ഹലാല് മാത്രം കഴിക്കാൻ പറഞ്ഞ റബ്ബ് ഹലാലായ സമ്പാദനത്തിന്റെ മാർഗങ്ങൾ ഏതാണെന്നും പഠിപ്പിച്ചു. ചുരുങ്ങിയ രീതിയിൽ പറയാം, എന്തിന് പലിശ ഹറാമാണെന്ന് പറയണമെങ്കിൽ പലിശയും കച്ചവടവും അല്ലാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിൽ പലിശ മനസ്സിലാക്കണമെങ്കിൽ കച്ചവടം തിരിയണം, കച്ചവടം മനസ്സിലാവണമെങ്കിൽ പലിശയും മനസ്സിലാവണം. എന്നാലേ കച്ചവടം മനസ്സിലായാലേ പലിശ മനസ്സിലാക്കാൻ കഴിയൂ. പലിശ വാങ്ങിക്കുന്ന ആളുകൾ പറഞ്ഞ ന്യായം ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹലാലായി ഇത് മാത്രം കഴിക്കണമെന്ന് പറഞ്ഞ പടച്ച റബ്ബ് ഹലാല് മാത്രം സമ്പാദിക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചു. ആ ഹലാലായ സമ്പാദനത്തിന്റെ വഴിയും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചു. അതിൽ ഒന്ന് കൈത്തൊഴിലാണ്. ഹലാലായ സമ്പാദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൈത്തൊഴിൽ. മഹാനായ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല യാ റസൂലല്ലാഹ്, മഹാനവർകൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, അയ്യുൽ കസ്ബി അത്യബു, ഏറ്റവും നല്ല വരുമാന മാർഗം ഏതാണ് നബിയേ? ഒരാളുടെ കയ്യിൽ എത്തിച്ചേരുന്നതിൽ ഏറ്റവും നല്ല വഴി, ഏറ്റവും നല്ല വരുമാന മാർഗം ഏതാണ് നബി? ഏറ്റവും നല്ല പണം ഏതാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമലുർ റജുലി ബിയദി, ഒരാൾ തന്റെ കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന പണമാണ് ഒരാളുടെ കയ്യിലെത്തുന്ന ഏറ്റവും നല്ല പണമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ കൈത്തൊഴിൽ പഠിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കൈകൊണ്ട് അധ്വാനിച്ചു തിന്നലാണ് ഏറ്റവും നല്ല ഭക്ഷണം. പുണ്യനബി അതുകൊണ്ട് തന്നെ കൈത്തൊഴിൽ പ്രേരിപ്പിച്ചുകൊണ്ട് കുറെ ഹദീസുകൾ കാണാൻ കഴിയും. പുണ്യനബി പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന നൂഹ് അലൈഹിസ്സലാം നജ്ജാറ, നൂഹ് നബി അലൈഹിസ്സലാം ആശാരിയായിരുന്നു. നമ്മൾ ഈ ആശാരിപ്പണി വേറെ ആർക്കാ വിട്ടുകൊടുത്താൽ ഒരു വിഭാഗത്തിന് റിസർവ് ചെയ്തതാണ് ആശാരിപ്പണി. കാന നൂഹ് അലൈഹിസ്സലാം നജ്ജാറ, നമ്മളൊക്കെ പഠിച്ചത് ഒരു അധ്വാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 നടത്താൻ അങ്ങാടി കൂടെ നടന്നാൽ ഒരു 50,000 കിട്ടുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയുന്നത്, മനസ്സിലായി? കാന നൂഹ് അലൈഹിസ്സലാം നജ്ജാറ, നൂഹ് നബി അലൈഹിസ്സലാം ആശാരിയായിരുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം യഅമലുൽ ഖഫാഫ വയബീഉഹാ വയകുലു സമനഹാ, തന്റെ കൈകൊണ്ട് അങ്കി ഉണ്ടാക്കിയിട്ട് ആ അങ്കി വിറ്റിട്ട് അങ്കി കൊണ്ട് കിട്ടുന്ന പണം ഉപജീവനത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഖാന ബസ്സാസ, പട്ട് വ്യാപാരം നടത്തുന്ന ആളായിരുന്നു. പട്ടുകൊണ്ട് വസ്ത്രം നെയ്തുണ്ടാക്കിയിട്ട് ആ വസ്ത്രം കൊണ്ടുപോയി വിൽക്കുന്ന ആളായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നേയുള്ളൂ, ഓരോ ഭാഗത്തേക്കും നമ്മൾ പോകുന്നില്ല. എന്തിനാണ് ഇതിനോടനുബന്ധിച്ച് ഏറ്റവും നല്ല മാർഗം എന്ത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ത്വലബുൽ ഹലാൽ ജിഹാദ്, ഹലാല് മാത്രം സമ്പാദിക്കുക എന്നത് ജിഹാദുൻ ധർമ്മസമരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഇന്നലെ നമ്മൾ ബദർ പറഞ്ഞല്ലോ. എത്ര കഷ്ടപ്പാടാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും സഹിച്ചത്. ആ ജിഹാദിനോടാണ് ഹലാലിന്റെ ഹലാലായ സമ്പാദനത്തെ പുണ്യനബി തുലനം ചെയ്തത്. അപ്പൊ തന്നെ മനസ്സിലാകുന്നില്ലേ, ഹലാല് മാത്രം സമ്പാദിക്കുക എന്നുള്ളത് യുദ്ധം ചെയ്യുന്നേക്കാളും വലിയ കഷ്ടപ്പാടുണ്ടാവും. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമുക്ക് ലഭിച്ച ഏറ്റവും നല്ല പണ്ഡിത വ്യൂഹത്തിൽ നമ്മൾ കണ്ട മുത്തഖിയായൊരു മനുഷ്യൻ, ആ മഹാൻ കച്ചവടം തുടങ്ങിയിട്ട് അവസാനം പൊട്ടിപ്പാളീസായി പോയെന്തേ? ഹലാലായ രീതിയിൽ കച്ചവടം ചെയ്യാനേറെ ബുദ്ധിമുട്ടാണെന്നായിരുന്നു ആ മനുഷ്യൻ പറഞ്ഞത്. ആ മഹാനായ പണ്ഡിതൻ, അല്ലാഹുവേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. തലബുൽ ഹലാലി ജിഹാദ്, പലിശയുടെ ആമുഖമായി ഞാൻ ഈ ഹദീസ് ഓതുന്നത്. ഹലാല് സമ്പാദിക്കുക എന്നത്
ഹലാല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ജിഹാദ്, വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതിനോട് സമമാണ്. ഈ വിഷയം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, ഇങ്ങനെയാണ് എങ്ങനെ ജീവിക്കുക, ഇങ്ങനെയാണ് എങ്ങനെ ജീവിക്കാൻ കഴിയോ ഈ ലോകത്ത്? അതുതന്നെയാണ് ത്വലബുൽ ഹലാൽ ജിഹാദ്. ഈ ഹദീസ് നിങ്ങളുടെ മനോമുഖരത്തിലുണ്ടാവണം. നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുമ്പോ പുണ്യനബി പറഞ്ഞു, രണ്ടാമത്തെ ഏറ്റവും നല്ല സമ്പാദനത്തിന്റെ വഴി ഏതാണ്? കൃഷിയാണ്. എന്തുകൊണ്ട്? ഞാൻ ദീർഘമായി ഈ വിഷയമൊന്നും പറയുന്നില്ലല്ലോ, ഓരോന്നും ഓരോ ദിവസം പറയേണ്ടതാണ്. പലിശ എന്ന വിഷയം പറയുമ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃഷിയാണ് പിന്നെ ഏറ്റവും നല്ലത്. എന്തുകൊണ്ട്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നു, കൃഷിയിൽ ഒന്ന് തവക്കുലാണ്, രണ്ട് കൃഷിയിൽ സൃഷ്ടിസേവനമുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പുണ്യനബി പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഹർസൻ ഔ യസ്റഉ സറഅ, ഏതൊരു മുസ്ലിമാണോ ഒരു കൃഷിയുണ്ട ഒരു വൃക്ഷത്തിന്റെ തൈ നട്ടുപിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത്, ഫയകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ, ആ കൃഷിയിൽ നിന്ന് പക്ഷികളോ മനുഷ്യനോ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ, ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, അത് അയാളുടെ അക്കൗണ്ടിൽ സ്വദഖയായി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ മുറ്റത്ത് മാവിന്റെ തൈ നട്ടുപിടിപ്പിച്ചു. 8 കൊല്ലം കഴിഞ്ഞാണ് അതിൽ മാമ്പഴമുണ്ടായത്. 5 മാമ്പഴം അത് പഴുക്കുന്നതും കാത്തു നിൽക്കുകയാണ് ഇയാൾ പറിക്കാൻ. അപ്പോഴതിൽ 5 മാമ്പഴം പറവകൾ, പക്ഷികൾ തിന്നുപോയി. പുണ്യനബി പറയാ, നീ ബേജാറാവണ്ട, നിന്റെ അക്കൗണ്ടിൽ അല്ലാഹു അത് പ്രതിഫലമായി രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അതാണ് സൃഷ്ടിസേവനമുണ്ട്. 2 തവക്കുലുണ്ട്. കൃഷി ചെയ്യുന്ന ആൾക്കത് ഉണ്ടാകുമോ, അതിൽ നിന്ന് ഫലം പറിക്കാൻ കഴിയുമോ, ഒന്നും അറിയില്ല. റബ്ബിനെ തവക്കുൽ ചെയ്താണ് അയാൾ കൃഷി ചെയ്യുന്നത്. ഇതാണതിന്റെ കാരണം. മൂന്നാമത്തത് വിഷയത്തിലേക്ക് ഇതാ നമ്മൾ കടന്നു വരുന്നു. സമ്പാദനത്തിന്റെ ഏറ്റവും നല്ല വഴിയാണ് മൂന്നാമത്തതായി മഹാന്മാരായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു, കച്ചവടം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന താജിറാ, അല്ലാഹുവിന്റെ ഹബീബ് കച്ചവടക്കാരനായിട്ടുണ്ട്. പുണ്യനബി കച്ചവടത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സാധനങ്ങളുമായി അല്ലാഹുവിന്റെ ഹബീബ് കച്ചവടത്തിന് പോകുന്നതോടുകൂടെയാണല്ലോ, അതിന് ശേഷമാണല്ലോ ഖദീജ ബീവിയുമായുള്ള വിവാഹത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നത്. മാത്രമല്ല, ചെറുപ്രായത്തിലെ അബൂതാലിബിന്റെ കൂടെ, വിദ്രവനായിരുന്ന അബൂതാലിബിന്റെ കൂടെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, ഉപജീവനത്തിനായി എനിക്ക് വല്ലതും ചെയ്യണമെന്നുണ്ട്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഉപജീവനത്തിനായി വല്ലതും ചെയ്യണം എന്നെനിക്ക് താല്പര്യമുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങെന്താണ് എന്നോട് നിർദ്ദേശിക്കുന്നത് നബിയേ? ചില ആളുകൾ കണ്ടില്ലേ, പാണക്കാട്ട് പോയിട്ട് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സ്വഭാവമാണ്. സ്വഹാബികൾ പുണ്യനബിയോട് ചോദിക്കുക. ഇന്ന് ചോദിക്കാൻ പുണ്യനബി ഇല്ലല്ലോ. പഠിച്ചോന് അള്ളാഹു ആ മുത്തിനെ സ്വർഗത്ത് വെച്ച് കാണാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ഈ സദസ്സതിന്റെ കാരണമാക്കി തരട്ടെ. പഠിച്ചോനെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ കച്ചവടം തെരഞ്ഞെടുത്തോളൂ, നിങ്ങൾ കച്ചവടം തെരഞ്ഞെടുത്തോളൂ. പുണ്യനബിയുടെ നിർദ്ദേശമായിരുന്നു അത്. കച്ചവടം ഏറ്റവും നല്ല സമ്പാദന വഴിയാണ്. ശ്രദ്ധിക്കണം, വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കച്ചവടം ഏറ്റവും നല്ല സമ്പാദന വഴിയാണ്. മാത്രമല്ല, അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ 10 പേരിൽ 6 പേരും കാനോ തുജാറ, അവർ 6 പേരും കച്ചവടക്കാരായിരുന്നു. 10ൽ 6 പേരും കച്ചവടക്കാരാണ്. കച്ചവടം നല്ല സംഗതിയാണ്. അതുകൊണ്ടാ കണ്ണിത്ത് സാർ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കച്ചവടത്തിനിറങ്ങി. മാത്രമല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അത്താജിറു സ്വദൂഖുൽ അമീൻ,
മഅശ്ശുഹദാഇ യൗമൽ ഖിയാമ. അത്താജിറു സ്വദൂഖുൽ അമീൻ. സദൂഖ് എന്ന പദത്തിന് മലയാളത്തിലെ ഏതു പദം ഉപയോഗിച്ചാണ് അർത്ഥം പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്താജിറു സ്വാദിഖുൽ അമീൻ എന്നല്ല, അത്താജിറു സ്വദൂഖുൽ അമീൻ, നിർമ്മല സത്യം പറയുന്ന കച്ചവടക്കാരൻ എന്ന ആ പദത്തിന് നേരെ അർത്ഥം പറയാനൊരു പദം നോക്കിയിട്ട് കാണുന്നില്ല. നിർമ്മല സത്യം പറയുന്ന കച്ചവടക്കാരൻ മഅശ്ശുഹദാഇ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ശുഹദാക്കളോടൊപ്പമാണ് അയാളുടെ സ്ഥാനമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.